സീതാരാമൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം. അതും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചുമതലയേൽക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നല്ലേ പറയുന്നത്. അതിനെ വളച്ചൊടിക്കുന്നത് ദുഷ്ടത്തരമാണ് എന്ന് ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് അംഗീകരിക്കണ്ടേ? അത് പച്ചത്തെറിക്കും മേലെയുള്ള ഒരു സെൻറ്റൻസ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ഇവിടെ ആദിവാസി എന്നുള്ള വേർഡ് ഇപ്പുറത്തുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് അദ്ദേഹം ഉന്നത കുലജാതൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന ഇത് തന്നെ ഒരു വലിയ ജനാധിപത്യ വിരുദ്ധതയും വലിയൊരു എന്താ പറയേണ്ട ബഹുസ്വര വിരുദ്ധതയാണ് ആ വാക്കിലുള്ളത്. ഞാൻ ഒറ്റ കാര്യം സുരേഷ് ഗോപി സാറിനോട് ചോദിക്കുവാണ്. 2023 അദ്ദേഹം ഇപ്പോൾ പെട്രോളിയം സഹമന്ത്രിയാണല്ലോ. 2023 ലാസ്റ്റ് പെട്രോൾ പമ്പ് നോട്ടിഫിക്കേഷൻ വന്ന അതിന് മുൻപേ വരെ ഇവിടെ 300ഓളം പമ്പുകൾ SC/ST വിഭാഗത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലതവണ ഈ സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു SC/ST വിഭാഗത്തിൻ്റെ പമ്പുകളൊക്കെ മറ്റുള്ളവരാണ് നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പമ്പുകൾ പോയിട്ടുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്നാണ്. ഇതിലെ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് പങ്കുണ്ട്. അവർ കൃത്യമായിട്ടൊരു ലോബി ഉപയോഗിച്ച് ഞങ്ങളുടെ പെട്രോൾ പമ്പുകൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നോക്കിയാൽ ഏകദേശം 75 പെട്രോൾ പമ്പുകൾ ആദിവാസികളുടെ പേരിൽ ലൈസൻസ് ഉടമകളായിട്ടുണ്ട്. പക്ഷേ ഇത്രയും നമ്മൾ ഓരോ ഇടങ്ങളിലും ഓരോ പമ്പിലും വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും ഒരിക്കലും ഒരു ആദിവാസി വിഭാഗത്തിലുള്ള ആ ലൈസൻസ് ഉടമയും കാണത്തില്ല. ആ ലൈസൻസ് ഉടമയെ തേടി പോകുമ്പോൾ അയാൾ ഇപ്പോഴും ഒരു ടാർപോളിന് കീഴിലായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സ്വന്തം വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം അദ്ദേഹമാണ്. ആദിവാസി വകുപ്പ്, ഈ ആദിവാസികളും അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ പെടുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഉന്നത കുലജാതനായ സുരേഷ് ഗോപിക്ക് അദ്ദേഹം ഇത്രയും സമയം ഈ വിഷയങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം പോലും തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിക്കകത്തുനിന്ന് ഒരു പമ്പ് തിരിച്ചു പിടിച്ച് അത് നായർ വിഭാഗത്തിന് കൊടുത്തു. അപ്പം ഇത്രയും ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് പമ്പ് തുടങ്ങുകയും പിന്നീട് അത് ജനറൽ വിഭാഗക്കാർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ജോലി ഇദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചെയ്തിട്ടും ഈ മന്ത്രി അറിയുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളൊക്കെ ഈ ഉന്നത കുല ഉള്ളവരൊക്കെ എന്താണ് ഈ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതിന് ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ BJP അനുകൂല ആൾക്കാർ എപ്പോഴും ആദിവാസി ദളിത് എപ്പോഴും ഇങ്ങനെയാണ്, അവർ താഴ്ന്നവരാണെന്ന് കാണിക്കാൻ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് അവരെ സമൂഹത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നവരുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. 2012 ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയൊരു സർവേ നടത്തിയിരുന്നു. 1948 ശേഷമുള്ള മുൻപുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രധാനി ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആദ്യം 100 പേര് വന്നു, 50 പേര് വന്നു, 25 അത് 10 5 അവസാനം ഒന്നാമത്തെ പേരിൽ നിന്നത് ഡോക്ടർ BR അംബേദ്കറുടേതാണ്. അപ്പോൾ 1948 മുമ്പേ ആയാലും 1948 ശേഷമായാലും ഡോക്ടർ BR അംബേദ്കറെ പോലെ ഒരു മകനെ പ്രസവിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്ന് BJP കരുതിക്കൊള്ളുക, അല്ലെങ്കിൽ ഭരണവർഗം കരുതിക്കൊള്ളുക. നിങ്ങൾക്ക് ആർക്കും ഡോക്ടർ BR അംബേദ്കറെ പോലെ ഒരാളെ പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ വാക്കുകൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾ എത്ര ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങൾ എത്ര താഴോട്ടെന്ന് പറഞ്ഞാലും അതിന് മേലെയായിട്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചു പോയിരിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിജേഷ് അരവിന്ദ്, VT ബൽറാം ഫേസ്ബുക്കിൽ